ഡോക്ടർ ബി ജയരാജ് കോൺഗ്രസ് ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴും ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, മെറിറ്റ്, നാച്ചുറൽ ചോയ്സ്, ആര്, ഇങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ സ്വാഭാവികമായും സമൂഹം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയായിരുന്നു 2011-16 കാലത്ത്. അതിനുശേഷം രമേശ് ചെന്നിത്തല ആ ചുമതലയേറ്റു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ല, പാർലമെന്ററി പാർട്ടി ലീഡറായി. അതിനുശേഷം കഴിഞ്ഞ തവണ പരാജയത്തിന് ശേഷം വി ഡി സതീശൻ പാർലമെന്ററി പാർട്ടി ലീഡറായി. അപ്പോൾ പാർട്ടി പുതുമകളെ പരീക്ഷിക്കുന്നുണ്ട്. താങ്കളൊരു ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് എന്ത് ഉരുത്തിരിയാനാണ് സാധ്യത? കോൺഗ്രസ് ഇപ്പം എന്താണ് പറയുന്നത്, ഒരു പ്രതീക്ഷ ആളുകൾ അവരുടെ അണികളുടെ ഇടയിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുമണ്ഡലത്തിൽ അതിന് പ്രത്യേക സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും. ആ സ്ഥാപിത താല്പര്യങ്ങളെ കുറിച്ചൊന്നും കടന്നു പറയാൻ ഞാൻ ആളല്ല, കാരണം അതിൻ്റെ രേഖകളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഇത് ഒരുപാട് ഫണ്ട്സ് ട്വിൻഡിൽ ചെയ്യുന്നതിൻ്റെയും കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു. അതാണ് ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, കടുംവെട്ടെന്നൊക്കെ പറഞ്ഞ ഒരു മാർഗം ഉണ്ടല്ലോ. ആ മാർഗം ഉപയോഗിച്ച് മാക്സിമം പണം ആളുകളുടെ കയ്യിൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രൊപ്പഗൻഡയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ കണ്ടതാണ്, ഇലക്ട്രൽ ബോണ്ട് വഴി കേരളത്തിലെ ആരോഗ്യരംഗത്തിന് അന്ത്യകൂദാശ നടത്തിക്കൊണ്ട് എത്ര കോടി രൂപയാണ് വാങ്ങിയത്. എന്നിട്ടൊരു 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കൊണ്ടുവരിക, കേരളത്തിലെ ആരോഗ്യ മേഖല മൊത്തം തകർത്ത് തരിപ്പണമാക്കുക, KSRTC പോലുള്ള ബസ്സുകളിൽ സൗജന്യം കൊടുത്തിട്ട് അതിനെ കൂടെ പൂട്ടിച്ചിട്ട് അതിനെ പ്രൈവറ്റൈസ് ചെയ്യുക. ഇങ്ങനെ സമൂഹത്തിന് ഇത് രണ്ട് ഐഡിയോളജിക്കൽ ഷിഫ്റ്റാണെന്ന് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും. ഒന്ന് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത് ഒരു ഗവൺമെൻറ്, മറ്റൊന്ന് ഈ പറഞ്ഞ കണക്കോലെ പ്രൈവറ്റൈസ് ചെയ്തിട്ട് അവർ പ്രൈവറ്റ് നടത്തിക്കോട്ടെ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡും. ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണല്ലോ ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. കക്ഷി രാഷ്ട്രീയം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇടത് വലത് പോരാട്ടം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ടത്, കോൺഗ്രസിനെ അധികാരത്തിലേറ്റേണ്ടത്, കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെന്റിന് എന്തൊക്കെയാണ് അവർക്കുണ്ടായ ജനങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. വോട്ടെല്ലാം പെട്ടിയിലായി. ജനങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് നമുക്കറിയില്ല. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. കോൺഗ്രസ് വന്നാൽ എന്ത്? അല്ല, അവർക്കൊരു സ്ട്രാറ്റജി ഇല്ലായിരുന്നു. ഇവർ ജയിക്കും എന്ന് പറയുന്നത്, എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു സാങ്കത്യം വേണ്ടേ? ഇവർക്കൊരു സ്ട്രാറ്റജി ഇല്ലായിരുന്നു. ആദ്യം തൊട്ടേ ഡീൽ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് എന്തൊരു ബ്ലണ്ടറാണ് മാത്യു കുഴൽനാടൻ നടത്തിയത്. ഒരു പ്രസ്താവന എപ്പോഴും രേഖകളുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് വരെ വഴക്കം കേട്ടോണ്ട് വരുന്ന ഒരാളാണ് അയാൾ. അന്നേരം പറഞ്ഞ് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സംഘം വരെ വന്ന് പഠിച്ചിട്ട് പോയതല്ലേ എന്താണ് കൂമ്പാര മഴ എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഡാം തുറന്നു വിട്ടുകൊണ്ടാണ് മാൻമെയ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഇളക്കി വിടാനായിട്ട് ശ്രമിച്ചു. പിന്നെ വർഗീയ ധ്രുവീകരണങ്ങൾ ശ്രമിച്ചു. ഇപ്പോൾ ഇതെല്ലാം ശ്രമിച്ചാലും ഈ ചിന്തിക്കുന്ന ആളുകൾ പിന്നെ ഈ പറയുന്ന ആർക്കാണ് ഒരു ചേഞ്ച് വേണ്ടാത്തത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ ആദ്യമേ ചേഞ്ച് ആവട്ടെ. ഈ നെഹ്റു ഗാന്ധി ഫാമിലിയിൽ നിന്ന് വിട്ടുമാറിയിട്ട് വേറെ ആരെങ്കിലും അതിൻ്റെ ചാർജൊക്കെ ഏൽപ്പിക്കട്ടെ. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇനി പ്രിയങ്ക ഗാന്ധിയുടെ അവരുടെ മക്കളെന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഒന്നും അല്ലല്ലോ കോൺഗ്രസ്. ശരി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഓക്കെ. അതിന് ശേഷം ഉണ്ടാകുന്ന കുടുംബവാഴ്ച പോലെ ആ കുടുംബവാഴ്ച ആദ്യമേ ആരാണ് ഈ ഹൈക്കമാൻഡ്? ശരിയല്ല, അത് അവർ വ്യക്തമായിട്ട് പറയുന്നത്. എന്താണ് അധികാരത്തിലെത്തിയാൽ ആർക്കാണ് സാധ്യത എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഇലക്ഷനിൽ ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. അതിന് ജനങ്ങൾ എന്ത് തീരുമാനിച്ചു മനസ്സിലായി. അതിനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. പറഞ്ഞോളൂ. ഓക്കെ, ഇതിനകത്ത് പണ്ട് ഒരിക്കൽ ഇടതുപക്ഷ അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും അന്ന് ടോംസ് മനോരമയായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് ബോബനും മോളിയും കാർട്ടൂണിൻ്റെ ഫ്രണ്ടിൽ ഒരു കാർട്ടൂൺ വരച്ച് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് VS, ഗൗരിയമ്മ എല്ലാവരും കൂടി ഇങ്ങനെ ഉയർന്ന് ചാടുന്ന ഒരു പടമായിരുന്നു. അതിൻ്റെ താഴെ ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചാടുന്നത്. അതിൻ്റെ താഴെ ഒരാളിങ്ങനെ കൈയും കുത്തി ഒരു സാധാരണക്കാരൻ ഇരുന്നിട്ട് ജനം തോറ്റു. ടോംസിൻ്റെ വേർഷനാണ്, ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാളുടെ വേർഷനായിരുന്നു. പിന്നെ ടോംസ് തിരിച്ചറിയാൻ ടോംസ് മാറുകയൊക്കെ ചെയ്ത് വേറൊരു ചരിത്രമാണ്. അപ്പോൾ ഇതെനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ വളരെ കൊച്ചുകുട്ടിയാണ്. ഞാനെപ്പോൾ എൻ്റെ അച്ഛനോട് ചോദിച്ചു എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അതിങ്ങനെ ഈ രീതിയിലാണ്, അദ്ദേഹത്തിൻ്റെ പക്ഷം ഇതാണ് എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് വിശദീകരിച്ച് തരികയുണ്ടായി. അതുപോലെയാണ് ഈ TP രാമകൃഷ്ണൻ പറഞ്ഞതെന്ന് നേരത്തെ ഒരു പരാമർശം വന്നില്ലേ, അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോൺഗ്രസ്സിൽ ഇന്നും ഇന്നലെയൊക്കെ ഉണ്ടായതല്ലല്ലോ ഈ തമ്മിലടികളും കുതികാൽവെട്ടുകളും പണ്ടൊഴുക്കുകളും ഒക്കെ പുതിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഹരിയാനയിൽ തന്നെ എന്താണ് നടന്നത് നമ്മൾ കണ്ടു. എല്ലാ സർവേകളും അവർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു, അവർ അധികാരത്തിൽ വന്നില്ല. അങ്ങനെ മറ്റ് മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ കണ്ടു. മഹാഗഡ്ബന്ധൻ
ബീഹാറിൽ ഓക്കേ, നമ്മൾ അത് അതുകൊണ്ട് കണ്ടു. അധികാരത്തിൽ വരില്ല അതുപോലെ തന്നെ എന്നതാണ് താങ്കളുടെ കേരളത്തിലും വിഷയം. ഓക്കേ, അങ്ങനെ ശരി. തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ശരി, ഓക്കെ. ശ്രീ